വെളിപ്പെടും തോറും ഇരകളുടെ ബാഹുല്യം കണ്ട് കേരള സമൂഹം അന്തം വിട്ട കേസാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ചൂഷണ പരാതികൾ. മാങ്കൂട്ടത്തിൽ കുറച്ചു ദിവസം അടൂരിലെ വീട്ടിൽ കഥകടച്ചിരുന്നാൽ തീരുന്നതല്ല പരാതികളെന്ന് വീണ്ടും തെളിയുകയാണ്. ആദ്യമായി പരാതി പുറത്തു പറഞ്ഞ യുവനടി ഇന്നിതാ രാഹുലിനെതിരെ നിർണായക മൊഴി നൽകിയിരിക്കുന്നു. രാഹുൽ അയച്ച അശ്ലീല മെസ്സേജുകളും പിറകെ നടന്ന് ശല്യപ്പെടുത്തിയതിന്റെ തെളിവുകളും യുവതി ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് കൈമാറി. നടിയെ പരാതിക്കാരിയാക്കാൻ കഴിയുമോ എന്നതിൽ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടിയിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് മാങ്കൂട്ടത്തിനെതിരെ നിലപാടെടുത്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ സ്വന്തം പാർട്ടിക്കാരുടെ അസഭ്യവർഷവും തുടരുന്നുണ്ട്. സ്വന്തം നേതാവിനെ ഹീനമായ ഭാഷയിൽ ആക്രമിക്കുന്നതിൽ പ്രതികരണം ചോദിച്ചപ്പോൾ ഷാഫി പറമ്പിൽ ഒരക്ഷരം മിണ്ടാതെ ഒഴിഞ്ഞുമാറുന്നതും ഇന്ന് കണ്ടു. നടക്കുന്നത് പെയ്ഡ് സൈബർ ആക്രമണമാണെന്ന് തുറന്നടിക്കുകയാണ് യുവനടി റിനി ആൻ ജോർജ്. പുതിയ സാഹചര്യത്തിൽ RDX ഈ വിഷയം വീണ്ടും ചർച്ചയ്ക്കെടുക്കുന്നു. ആദ്യം RDX റാപ്പ്. ലൈംഗിക ചൂഷണ വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ നിന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന് പിടിവള്ളിയാവുകയാണ് യുവനടിയുടെ മൊഴി. തന്നെ പിന്തുടർന്ന് മാങ്കൂട്ടത്തിൽ ശല്യം ചെയ്തെന്ന് മൊഴി നൽകിയ യുവതി അതിനാധാരമായ തെളിവുകളും അന്വേഷണ സംഘത്തിന് കൈമാറി. ഇതോടെയാണ് MLAക്കെതിരെ ആദ്യ വെളിപ്പെടുത്തൽ നടത്തിയ യുവനടിയെ പരാതിക്കാരിയാക്കാൻ കഴിയുമോ എന്ന കാര്യം അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. നിയമോപദേശം അനുകൂലമായാൽ രാഹുലിനെതിരായ ആദ്യ കുരുക്കായി ഈ പരാതി മാറും. ഇതോടെ രാഹുലിനെതിരായ ഇടതുമുന്നണിയുടെയും BJPയുടെയും പ്രതിഷേധങ്ങളും ശക്തമാകും. പരാതിക്കാരില്ലെന്ന പ്രതിരോധം തീർത്ത് രാഹുലിനെ സംരക്ഷിക്കാനുള്ള കോൺഗ്രസ് UDF നീക്കങ്ങളും പാളും. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഗൂഢാലോചനയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും പങ്കുണ്ടെന്ന ഗുരുതര ആരോപണം യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴിയായി നൽകി. VD സതീശനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്ന അസഭ്യ വർഷങ്ങൾക്ക് പിന്നിൽ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെടലാണെന്ന ആക്ഷേപവും ശക്തമാണ്. RDX റാപ്പ് ന്യൂസ് മലയാളം. VD സതീശനെതിരായ സൈബർ ആക്രമണത്തിന് പിന്നിൽ ഷാഫി രാഹുൽ സഖ്യം എന്ന ആരോപണത്തിനിടെ ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ ഇന്ന് ഷാഫി പറമ്പിൽ ഒഴിഞ്ഞുമാറി. മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് നേരിട്ടും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പ്രതികരിച്ച ഷാഫി VD സതീശനെതിരെ നടക്കുന്ന ആക്രമണത്തെപ്പറ്റി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഈ സതീശൻ നടപടി എടുത്തതിനെ തുടർന്നാണ് ഇത്തരമൊരു രാഹുലിനെതിരെ നടപടി എടുത്തതെന്നാണ്. സതീശനെതിരായ ആക്രമണത്തെപ്പറ്റി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണവും മാധ്യമങ്ങൾ തേടി. വലിയ പ്രശ്നമാക്കേണ്ട എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇനി മറ്റു കാര്യങ്ങൾ നമുക്ക് പരിശോധിച്ച് വരാം. ഡാറ്റാ ഷീറ്റിൽ പെയ്ഡ് വെളുപ്പിക്കലാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സൈബർ ആക്രമണം പെയ്ഡ് എന്ന് നടിയും മാധ്യമപ്രവർത്തകയുമായ റിനി ആൻ ജോർജ് ഇന്ന് പറഞ്ഞു. ആക്രമണം ഉണ്ടാകുന്നത് ഉന്നയിച്ച കാര്യം കൊള്ളുന്നവർക്ക് പൊള്ളുന്നത് കൊണ്ടാണ് എന്ന് റിനി പറഞ്ഞു. പതപ്പിക്കലുകാർക്കും വെളുപ്പിക്കലുകാർക്കും നക്കാപ്പിച്ച കിട്ടും, അതവർ വാങ്ങട്ടെ എന്നവർ പറഞ്ഞു. നിയമവഴികളിലേക്കില്ല എന്നതിനർത്ഥം എല്ലാം പൂട്ടിക്കെട്ടി എന്നല്ല എന്നുകൂടെ റിനി പറയുന്നു. ഉന്നയിച്ച പ്രശ്നങ്ങൾ ഒരിക്കലും മാഞ്ഞു പോകില്ല, എല്ലാം സത്യസന്ധമായതാണ് എന്ന് അവർ പറഞ്ഞു. നിയമ നടപടികൾക്കില്ലെങ്കിലും പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്നും റിനി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. നിയമ നടപടി തുടങ്ങിയാൽ സ്വകാര്യത വെളിവാകുമോ എന്ന് ആരോപണം ഉന്നയിച്ച മറ്റു യുവതികൾക്ക് ആശങ്കയുണ്ട്. ആ ആശങ്ക കൂടെ ഇന്ന് വാർത്തയായിട്ട് പുറത്തേക്ക് വന്നു. എന്നാൽ പുറത്തു വന്ന വിവരങ്ങൾ യുവതികൾ അന്വേഷണ സംഘത്തോട് നിഷേധിച്ചില്ല. അത് വിശദീകരിച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. VD സതീശന്റെ സാമൂഹ്യ മാധ്യമ പേജുകളിൽ തെറി അഭിഷേകം തുടരുകയാണ് എന്ന് നമ്മൾ ഇന്നും കണ്ടു. ഹീനമായ ഭാഷയിൽ ആക്രമിക്കുന്നത് രാഹുൽ അനുഭാവികളാണ് എന്ന് പറയുന്ന ഹാൻഡിലുകളാണ്. റിനിയുടെ പേജുകളിലും കോൺഗ്രസ് അനുകൂല ഹാൻഡിലുകളുടെ ആക്രമണം നടക്കുന്നുണ്ട് ഇപ്പോഴും. ഇത് സംബന്ധിച്ച വാർത്താ ലിങ്കുകൾക്ക് താഴെയും കേട്ടാലറക്കുന്ന ഭാഷയിൽ കമൻറ്റുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നതാണ് അതിൻ്റെ ഒരു കാര്യം. വ്യാജ ID കേസിലും കുരുക്കുണ്ട്. വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ മാങ്കൂട്ടത്തിൻ്റെ 4 സുഹൃത്തുക്കളെ കൂടി പ്രതി ചേർത്തു എന്ന് നമ്മൾ ഇന്നറിഞ്ഞു. പുതിയ പ്രതികൾ KSU ജില്ലാ സെക്രട്ടറി സുബിൻ ബിനു, അശ്വന്ത്, ജിഷ്ണു, ചാർലി ഡാനിയൽ എന്നിവരാണ് എന്നതാണ് അറിയുന്നത്. നടപടി 3-ാം പ്രതി അഭി വിക്രമിൻ്റെ ഫോണിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾ അറിയുന്നു. വ്യാജരേഖാ കേസിൽ ശനിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മാങ്കൂട്ടത്തിൻ്റെ നോട്ടീസ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്നും സംഭവിക്കുന്നില്ല. എല്ലാ ദിവസവും ഇങ്ങനെ വലിയ ആക്രമണം VD സതീശനെതിരായിട്ട് നടക്കുകയാണ്. ഷാഫി ഇന്നും മിണ്ടിയില്ല. രമേശ് ചെന്നിത്തല വലിയ കാര്യമാക്കണ്ടെന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, കേരളമാകെ തന്നെയും സൈബർ അധിക്ഷേപം, സൈബർ ആക്രമണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാർത്തകൾ മറ്റ് സംഭവങ്ങളിൽ വരുമായിരുന്ന കേരളത്തിൽ ഇപ്പോൾ ആരും അതേക്കുറിച്ച് പറയുന്നില്ല. സാംസ്കാരിക നായകരെന്ന് പറയുന്ന ആളുകളെ കേൾക്കാനേ ഇല്ല ഈ സംഭവത്തിൽ എന്നതാണെന്നില്ല. എങ്ങനെ കാണുന്നത്?
അല്ല, ഇതിൻ്റെ ഒരു തുടക്കം മുതൽ ഇതിൻ്റെ ഒരു ഗതി നമ്മൾ നിരീക്ഷിച്ചാൽ അതിൽ കൗതുകകരമായി കാണുന്ന ചില സംഗതികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യഘട്ടത്തിൽ വളരെ ശക്തമായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തന്നെയുള്ള വനിതാ നേതാക്കളടക്കമുള്ളവർ രംഗത്തെത്തുന്നു. ആദ്യം ഈ വാർത്ത സ്ഥിരീകരിക്കപ്പെട്ടതിന് ശേഷം, ഈ തെളിവുകളെക്കുറിച്ചുള്ള ഒരു ബോധ്യം വന്നതിന് ശേഷം അവരെല്ലാവരും വളരെ ശക്തമായ നിലപാടെടുക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നിലപാട് വി ഡി സതീശനും സ്വീകരിച്ചതോടെ എല്ലാ നേതാക്കന്മാർക്കും ആ കാര്യത്തിലൊരു ആത്മവിശ്വാസത്തോടെയുള്ള ഒരു പ്രതികരണം നടത്താവുന്ന ഒരു തലത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തി. പക്ഷേ അപ്പോൾ വളരെ നിശബ്ദനായി ഈ ആരോപണങ്ങളെക്കുറിച്ച്, വന്ന തെളിവുകളെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. വീട്ടിൽ തന്നെ തുടരുകയാണ്. ആ തന്ത്രപരമായി അങ്ങനെ തുടരുന്നു. അതിനുശേഷം പതുക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയില്ല എന്നുള്ള ഘട്ടം വരുമ്പോഴേക്ക് എല്ലാവരും പതുക്കെ ഉണർന്നെണീറ്റു. അടൂർ പ്രകാശൊക്കെ അതിശക്തമായി ഞങ്ങൾ നിയമസഭയിൽ സംരക്ഷിക്കുമെന്ന് പറയുന്നു. AI ആണ് ഈ ശബ്ദം എന്ന് പറയുന്നത്, AI ആണെന്ന് പറയുന്നു. വിചിത്രമായ വാദങ്ങളുമായി നേതാക്കന്മാർ വരുന്നു, ഒന്നിനു പുറകെ ഒന്നായി. ഇതിപ്പോൾ ആരാണ്, സണ്ണി ജോസഫ് അടക്കമുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കും എന്നുള്ള പ്രഖ്യാപനത്തിലേക്ക് വന്നു. ആരെ? ഈ സസ്പെൻഡ് ചെയ്ത പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുമെന്നുള്ള പ്രസ്താവനയുമായിട്ട് രംഗത്ത് വരുന്നു. അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ അതുവരെ ഒന്ന് സംശയിച്ച് നിന്ന സൈബർ ഇടത്തുള്ള അണികളെല്ലാം, അതായത് ഈ പ്രധാനമായി ഈ 4 പേരെ മാത്രം കേന്ദ്രീകരിച്ച് നിന്ന സൈബർ ഇടത്തുള്ളവർ, അതായത് സോഷ്യൽ മീഡിയയിലെ ഈ കോൺഗ്രസ് ഹാൻഡിലുകൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ, അവരാരും യഥാർത്ഥ കോൺഗ്രസ്സുകാരാണെന്ന് തോന്നുന്നുമില്ല കേട്ടോ. ഇത്തരത്തിൽ വളർത്തിയെടുത്ത ഹൂളിഗൻസിൻ്റെ ഒരു കൂട്ടം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അവരെല്ലാവരും ഈ വി ഡി സതീശനടക്കമുള്ള ചിലരെ മാത്രം അതുവരെ ആക്രമിച്ചു നിന്നവർ ഒറ്റയടിക്ക് പിന്നീട് ഈ വൈറ്റ് വാഷുമായിട്ട് ഇറങ്ങി വെള്ളപൂശൽ എന്നുള്ള പ്രക്രിയയിലേക്ക് ഏർപ്പെട്ടു. അത് നമുക്കറിയാമല്ലോ, സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പെയ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ റിനി പറഞ്ഞത് അവർക്ക് ആ കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ടാണ്, ബോധ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ടുമാണ് പെയ്ഡായിട്ടുള്ള അത്തരം വലിയ പ്രൊമോഷനുകൾ വരുന്നു. കുറേ പേജുകളിൽ ഒരേ മട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരേ ടെക്സ്റ്റും ഒരേ ഫോട്ടോയും വരുന്നു. ഈ രീതിയിലൊക്കെയുള്ള പ്രൊമോഷൻ ഒരുമിച്ച് നടക്കുന്ന ഒരു സാഹചര്യമാണ് പിന്നെ നമ്മൾ കാണുന്നത്. അങ്ങനെ പക്ഷേ അപ്പോൾ എന്താണ്, കാര്യങ്ങൾ വീണ്ടും മാറിമറിയുകയാണ്. അതായത് പരാതി ആർക്കൊക്കെ ഉണ്ട് എന്നുള്ളത്, അതായത് ഇങ്ങനെ ഒരു പരാതിക്കാരി ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ ലക്ഷ്മി പത്മ നേരിട്ട് പരാതിക്കാരിയല്ല, ഈ കാര്യത്തിൽ എന്താണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇത്തരത്തിലുള്ള ചെയ്തികൾക്ക് ഇരയായിട്ടുള്ള പുറത്തു വന്ന ഓഡിയോ ശബ്ദ സന്ദേശത്തിലുള്ള ആ ആൾ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നു. അപ്പോൾ പോലീസും അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനിപ്പം ആരാണെന്ന് ചില കോൺഗ്രസ് ഹാൻഡിലുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിലും പോലീസും സ്ഥിരീകരിക്കുന്നു. ഇതുവരെയാണ് ഈ കാര്യങ്ങൾ എത്തിപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത്, സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ, തുടർച്ചയായ സൈബർ ആക്രമണം. ഒരു ശത്രുവിനെ വേണമല്ലോ ആക്രമിക്കാൻ, അത് വേറെ ആരുമല്ല. ഇതിപ്പോൾ CPM-കാരെയോ സർക്കാരിനെയോ ചീത്ത വിളിക്കാവുന്ന ഒരു സാഹചര്യം ഈ വിഷയത്തിലില്ല. അപ്പം നേരെ ഒറ്റയടിക്ക്, അതിന് മുമ്പ് തൊട്ട് മുമ്പ് മാധ്യമപ്രവർത്തകരെയോ ഇപ്പോൾ ലക്ഷ്മി പത്മയെ പോലെയുള്ള ചില മാധ്യമപ്രവർത്തകരെയാണ് ടാർഗറ്റ് ചെയ്തിരുന്നെങ്കിൽ അതുമല്ല ഇപ്പോഴത്തെ സാഹചര്യം. നേരെ വി ഡി സതീശൻ തന്നെയാണ്. അതായത് ഇവരുടെ മുഖ്യ ശത്രു എന്നത് വി ഡി സതീശനാണ്. വി ഡി സതീശനാണെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഉറച്ചൊരു നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിച്ചു എന്നത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എനിക്കിതിൽ ഏറ്റവും കൗതുകകരമായി തോന്നിയത് ഇന്ന് വന്നിട്ടുള്ള ചില സാരോപദേശങ്ങളും ചില ഓഡിയോ, അതായത് ആദ്യമായി പുറത്തു വന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദം ഇന്നിപ്പോൾ രാഹുൽ ഈശ്വർ പുറത്തു വിട്ടിരുന്നു. അവർ തമ്മിലുള്ള സംഭാഷണം വന്നത്, പിന്നീട് അത് പിൻവലിച്ചു. പക്ഷേ എന്താണ് അതിൽ കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഒരു സഹതാപ തരംഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു മാർഗം ആലോചിച്ച് ആ നിലയ്ക്ക് ചെയ്തതായിരിക്കും ഞാൻ കരുതുന്നത്. എനിക്കതിൽ ഏറ്റവും രസകരമായി തോന്നിയത് മുതിർന്ന കോൺഗ്രസ് നേതാവായ അജയ് തറയിലിൻ്റെ ഉപദേശമാണ്. അദ്ദേഹം കോൺഗ്രസ് നാമധേയത്തിലുള്ള സൈബറിടങ്ങൾ ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾ ദയവായി ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇവിടെ കിടന്ന് ബഹുജന മധ്യത്തിൽ തുറന്നു പറയാൻ കഴിയാത്ത തെറ്റുകൾ എന്തെന്ന് മനസ്സിലാക്കാതെ നടത്തുന്ന ഈ പോര് കോൺഗ്രസിൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കൂ. കോൺഗ്രസ് നേതാക്കളെ ചീത്ത വിളിക്കുന്നതും അധിക്ഷേപിക്കുന്നതും അവസാനിച്ച് നിങ്ങൾ പിണറായി വിജയനെയും ഇടതുപക്ഷ ഗവൺമെന്റിനെയും നരേന്ദ്രമോദിയെയും അധിക്ഷേപം ഈ സമയം വിനിയോഗിക്കണം. അതെ, അങ്ങനെയാണെങ്കിൽ പെയ്ഡ് PR വർക്കിന്റെ പിറകെ പോകേണ്ടി വരുന്ന ഗതികേട് ഉണ്ടാവില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ റിനി ആ കാര്യത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് പോലീസിനോട്. അതൊരു പരാതിയുടെ സ്വഭാവത്തിലാണോ അതോ ഒരു മൊഴിയാണോ, സംഭവിച്ചത് എന്താണെന്ന് വിശദീകരിക്കുകയാണോ എന്നുള്ളത് നമ്മൾ അത് ഏത് തരത്തിലാണ് ഇനി വികസിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ എണ്ണം നമുക്ക് ഈ പറഞ്ഞതുപോലെ 2 കൈയിലെ വിരൽ വെച്ചും 2 കാലിലെ വിരൽ വെച്ചും എണ്ണിയാൽ തീരുന്നതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് എങ്ങനെയായിരിക്കും ഇനി ഈ കാര്യത്തിൽ പരാതികൾ ഉണ്ടാവുക എന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ കോൺഗ്രസിനെ ഇത് വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലാണ് ഈ സൈബർ അണികളുടെ ഈ പ്രകടനം. ഇതിനൊരു ഉദാഹരണമേ ഉള്ളൂ.
അത് എം വി ജയരാജൻ പറഞ്ഞിരുന്നു. ഈ CPM-ന്റെ പേരിൽ കുറേ സൈബർ ഗുണ്ടകൾ ഇറങ്ങി തിരിച്ചിട്ടാണ് കുഴപ്പമുണ്ടാക്കുന്നത്, തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുന്നത് അവരാണ് എന്ന് എം വി ജയരാജൻ പറഞ്ഞത് ഓർമ്മയില്ലേ? ഏതാണ്ട് ആ മട്ടിലുള്ള ഒരു സ്ഥിതിയിലേക്ക് ഇപ്പോൾ കോൺഗ്രസും ചെന്ന് പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനകത്ത് ഇന്നിപ്പോൾ നേരത്തെ പുറത്തു വന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഡിയോ ഉണ്ടല്ലോ, ഈ രാഹുൽ ഈശ്വർ പുറത്തേക്കിട്ട, ഞാനത് കേട്ടു. അതിനകത്ത് ഒരു കാര്യം കേട്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തീർന്നില്ല. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാണ്, പലതും പറഞ്ഞ കൂട്ടത്തിൽ പറയാണ്, ഞാനായതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്, മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ തകർന്നു പോയനെ എന്ന് പറയാണ്. ഇയാൾ ഭയങ്കര വലിയൊരാളാണ് എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്, ആ മുറിക്കകത്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അതായത് ഞാനായതുകൊണ്ട് ഇങ്ങനെ ധീരനായിട്ട് പിടിച്ചു നിൽക്കുകയാണ്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും അങ്ങനെ വിശ്വസിക്കും. ശരിക്കും അയാൾ വിശ്വസിക്കുകയാണെന്ന് തോന്നുന്നു. അതായത് അയാൾ എന്നിട്ട് പറയാണ് എൻ്റെ ട്രോമയാണ് വലുത് എന്ന മട്ടിൽ പറയാണ്. അതായത് ഇയാൾ ഒന്നിലേറെ ആളുകളെ ഇയാൾ ഉപദ്രവിച്ചു എന്ന കാര്യത്തിൽ സംശയമേ ഇല്ലല്ലോ. ഇയാൾ സംസാരിക്കുന്നതിൻ്റെ ഇയാൾ നിഷേധിക്കാത്ത ഓഡിയോ, അടൂർ പ്രകാശ് AI എന്നൊക്കെ പറഞ്ഞ ഓഡിയോ നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായിട്ടുണ്ട്. ഇത് എന്താണ് ഇയാൾ പറയുന്നതെന്ന് എല്ലാവരും കേട്ടാണ്. ഈ റിനി എൻ്റെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുകയാണെന്ന് പറഞ്ഞ് പോലീസിന് ഇപ്പോൾ മൊഴി കൊടുത്തു. അവർ ഈ മെസ്സേജ് അടക്കം അന്നും പറഞ്ഞാണ്, ആദ്യ ദിവസം തന്നെ പറഞ്ഞാണ്, ഞാൻ പിന്നെ അത് കാര്യമാക്കുന്നില്ല, ഞാൻ അപ്പോൾ തന്നെ തിരിച്ച് ചീത്ത വിളിച്ചങ്ങ് വിട്ടു എന്നാണ്. മറ്റ് ദോഷാനുഭവങ്ങളും മോശാനുഭവങ്ങളും ഉണ്ടാകാത്തതുകൊണ്ട്. പക്ഷേ അവർക്കും ഈ പിന്നാലെ നടന്ന് സ്റ്റോക്ക് ചെയ്യുന്നതിൻ്റെ മെസ്സേജ് തെളിവുകൾ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നിലേറെ ആളുകളെ, രണ്ടിലേറെ ആളുകളെ, മൂന്നിലേറെ ആളുകളെ, നിരവധിയായിട്ടുള്ള ആളുകളെ ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ട്, പ്രായ വ്യത്യാസമില്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ ആളുകൾ വന്നു. ഇപ്പോഴും അയാൾ പറയുന്നത് എൻ്റെ ട്രോമ എന്നാണ്. ഫിസിക്കലി നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞാൽ ഫിസിക്കലി അബോർഷൻ ചെയ്യപ്പെട്ട, അതും ശാസ്ത്രീയമായിട്ടില്ലാതെ അബോർഷൻ ചെയ്യപ്പെട്ട ഒരു കുട്ടി അവിടെ ഉണ്ടായിരിക്കെ എൻ്റെ ട്രോമ ആരും മനസ്സിലാക്കുന്നില്ല, എൻ്റെ ട്രോമയാണ് വലുത് എന്നും പറയുകയാണ് അയാൾ. ഒന്ന്. രണ്ട്, ഞാനല്ലായിരുന്നു മറ്റേതെങ്കിലും നേതാവായിരുന്നെങ്കിൽ തകർന്നു പോയതിനെന്ന് അവനവൻ്റെ വലുപ്പത്തെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വീട്ടിൻ്റെ മുറിക്കകത്തിരുന്നിട്ട്. ഇയാളെ ഒരു നിയമസംഗതികൾക്കകത്തുകൂടെ കടത്തിവിട്ട് കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പകരം ഇവർ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ്. ഇതിനകത്ത് ഇന്ന് മറ്റൊരത്ഭുതം എനിക്ക് തോന്നിയത് ഷാഫി പറമ്പിൽ ഇത്തരം ഘട്ടങ്ങളിൽ സാധാരണഗതിയിൽ ഒരു സാമാന്യ മര്യാദയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും ആളുകൾ സ്വന്തം സഹപ്രവർത്തകരെ, സ്വന്തം നേതാക്കളെ, സഹനേതാക്കളെ അദ്ദേഹത്തിനെതിരെ അങ്ങനെ ചെയ്യരുത് എന്നൊരു വാക്ക് പറയും. അതായത് ഇവർ ആഭ്യന്തരമായിട്ടുള്ള രാഷ്ട്രീയവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോരടിക്കലും ഒക്കെ എല്ലാ പാർട്ടികൾക്കകത്തുണ്ട്. കോൺഗ്രസ് അത് ഒട്ടും മുക്തമായിട്ടുള്ള പാർട്ടിയല്ല, കുറേ കൂടെ ശക്തമായിട്ട് നടക്കുന്ന പാർട്ടിയാണ്. പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് കോൺഗ്രസിൻ്റെ തുടക്കകാലം മുതൽ നമുക്കറിയാം. പക്ഷേ ഇത്തരമൊരു സംഭവം, ഒരു നേതാവിനെ ആളുകൾ, ഇപ്പോൾ ഹർഷനും ഞാനും കോൺഗ്രസിനകത്ത് നേതാവാണെങ്കിൽ എനിക്ക് ഹർഷനോടൊരു ശത്രുത ഉണ്ടെങ്കിൽ തന്നെ അവന് ഒരല്പം ക്ഷീണം ഉണ്ടായാലും കുഴപ്പമില്ല, ഹർഷന് ഒരല്പം പണി കിട്ടിയാലും കുഴപ്പമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നെങ്കിലും പരസ്യമായിട്ട് സാമാന്യ മര്യാദക്ക് അങ്ങനെ ചെയ്യരുത് കേട്ടോ, ഹർഷനെ ചീത്ത വിളിക്കരുതെന്ന് ഞാൻ പറയും, അല്ലേ? തിരിച്ചും മറിച്ചും പറയും. പക്ഷേ ഇവിടെ ഷാഫിയോട് 3 തവണ, നമ്മൾ നേരത്തെ കണ്ട ബൈറ്റല്ല, അതിനു മുമ്പ് ഞാനത് വായിക്കുമ്പോഴാണ് ലൈവിൽ ഷാഫി സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ കരുതി സ്വാഭാവികമായിട്ടെങ്കിലും ഒരു സാമാന്യ മര്യാദയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും രാഹുൽ അദ്ദേഹത്തിന് ഇങ്ങനെ പറയാമല്ലോ. സാധാരണ ഇത്തരം ഘട്ടങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ എങ്ങനെയാണ് പറയുക, അത് ഞങ്ങളുടെ ആളുകളല്ല, അത് മറ്റേ പാർട്ടിയുടെ CPM-ൻ്റെ ആളുകളാണ് ഈ ചീത്ത വിളിക്കുന്നത്, അത് പാടില്ല, ഞങ്ങളുടെ നേതാവിനെ ചീത്ത വിളിക്കരുതെന്ന് സാമാന്യ മര്യാദയ്ക്ക് വേണ്ടെങ്കിലും പറയും. ഷാഫി പറഞ്ഞില്ല. എനിക്ക് അത്ഭുതമാണ്. അതായത് ഞാൻ ഇന്നലെയും പറഞ്ഞില്ലേ, ഷാഫി പറമ്പിൽ യഥാർത്ഥത്തിൽ ചെറുപ്പക്കാരനായുള്ള നേതാവാണ്. ഇപ്പം അധിക്ഷേപിക്കണമെന്നാണല്ലോ അജയ് തറയിൽ എഴുതിയത്, പറയുകയല്ല ചെയ്ത, നാക്കുപിഴയല്ല, എഴുതി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും മറ്റൊന്നെ അധിക്ഷേപിക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം ഷാഫി അങ്ങനെ പറഞ്ഞില്ല, അധിക്ഷേപിക്കണം എന്നല്ല. ഷാഫിയുടെ പോയിന്റ്, നിങ്ങൾ ഇപ്പോൾ എല്ലാ സൈബർ ഹാൻഡിലുകളും നമ്മൾ സർക്കാരിൻ്റെ ഈ പോലീസ് നടപടിക്കെതിരെ ആഞ്ഞ് ശക്തമായിട്ട് പ്രതിരോധിക്കേണ്ടുന്ന സമയമാണിത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. മറ്റു ചോദ്യം ചോദിച്ചപ്പോൾ VD സതീശനെതിരായിട്ട് ഇങ്ങനെ ഉണ്ടായല്ലോ എന്ന് പറയുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം VD സതീശനെതിരെ ആക്രമണം നടന്ന മറ്റുള്ളവരാണ്, അത് പാടില്ലാത്തതാണ് എന്നല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അതേക്കുറിച്ച് പറയാനേ തയ്യാറാണ്. അത്ഭുതകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യം, സമാനതകളില്ലാത്ത രാഷ്ട്രീയ സാഹചര്യം എന്നാണ് ഞാനിതിനെ കാണുന്നത്. എനിക്ക് ഈ കാര്യത്തിൽ സംശയമേ ഇല്ല. ഞാൻ ആദ്യം മുതലേ പറയുകയാണ്, നടക്കുന്നത് മുഴുവൻ അസാധാരണമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. ഇത് കോൺഗ്രസിനകത്തെ ആളുകൾക്ക് അറിയാഞ്ഞിട്ടല്ല. ആദ്യഘട്ടത്തിൽ വന്ന് എതിരിട്ട വനിതാ നേതാക്കളടക്കമുള്ള ആളുകൾ, മുതിർന്ന നേതാക്കളടക്കമുള്ള ആളുകൾ ഇങ്ങനെ അവരുടെ ഉള്ളിലുണ്ട്. പിന്നെ ഒറ്റ കാര്യം നമ്മളിപ്പോഴും തെളിഞ്ഞു കാണുന്നത്, ഇതിപ്പോൾ ഞാനിപ്പോൾ VD സതീശൻ നല്ല നേതാവാണ്, VD സതീശൻ ഒറ്റയടിക്ക് ഒറ്റ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണെന്ന് പറയുന്നത് കൊണ്ട് അദ്ദേഹത്തിന് 10 ചീത്ത കൂടുതലേ കിട്ടൂ. കണ്ടില്ലേ, ഈ ആളുകളൊക്കെ നിങ്ങൾ അനുകൂലിക്കുകയാണല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നാലും അത് പറയേണ്ടി വരും. നമ്മൾ കാണുന്നത് VD സതീശൻ എന്ന നേതാവ് കുലുക്കമില്ലാതെ നിൽക്കുന്നു എന്നതാണ്. ഇതെങ്ങനെയാണ് അവസാനിക്കാൻ നമുക്കറിയില്ല. അസാധാരണമായ രാഷ്ട്രീയ സാഹചര്യം, അസാധാരണമായിട്ടുള്ള ഒരു സ്ഥൈര്യം VD സതീശൻ കാണിക്കുന്നതാണ്. ഒറ്റ കാര്യം പറയാം സനീഷ്, അതായത് ഇതിപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ സ്വഭാവത്തിൽ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെല്ലാം പ്രവർത്തിക്കുന്നത്, അതാണ് വാസ്തവം. പക്ഷേ എങ്ങനെയാണ് VD സതീശനും ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ ഈ സ്ഥാനങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം മുഴുവൻ ആക്രമണങ്ങളും നേരിട്ടത് അന്നത്തെ നേതാക്കന്മാരാണ്. എന്ത് പറഞ്ഞിട്ടാണ്
നിങ്ങൾ ഈ ഗ്രൂപ്പ് കളിച്ചിട്ടാണ് ഈ പാർട്ടിയെ വലിയ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടതെന്ന്. അന്ന് വി ഡി സതീശൻ പ്രഖ്യാപിച്ചത് എനിക്ക് ഗ്രൂപ്പില്ല എന്നാണ് പറഞ്ഞത്. വി ഡി സതീശൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാവുന്ന സാഹചര്യം, വി ഡി സതീശനെ പിന്തുണയ്ക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇവിടുത്തെ കൊച്ചിയിലെ ഷിയാസിനെ പോലെയുള്ളവർ, നൗഷാദ് അലിയെ പോലുള്ളവരൊക്കെ വി ഡി സതീശൻ്റെ നിലപാടുകൾക്കൊപ്പം നിൽക്കുന്നുവെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അതൊരു ഗ്രൂപ്പായിട്ടില്ല. ഒരു ഗ്രൂപ്പിൻ്റെ ഘടന ഈ കഴിഞ്ഞ 4 വർഷമാക്കി ഉണ്ടാക്കിയെടുക്കാൻ വി ഡി സതീശൻ തയ്യാറായിട്ടില്ല. അതായത് അന്ന് അണികൾ എന്താവശ്യപ്പെട്ടോ അത് നടപ്പാക്കാനാണ് വി ഡി സതീശൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഗ്രൂപ്പ് എന്ന നിലയ്ക്ക് ഇതിനെ കെട്ടിപ്പടുത്തെടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ നിൽക്കേണ്ടതില്ല എന്ന് തന്നെ ആലോചിച്ചിട്ട് ഇപ്പോൾ കെ സി ഡൽഹിയിൽ ഇരിപ്പുണ്ട്. പക്ഷേ കെ സിക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് എന്നൊരു നൊടി കൊണ്ട് ഉണ്ടാക്കാവുന്ന തരത്തിലൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പക്ഷേ വി ഡി സതീശൻ അത് ചെയ്തിട്ടില്ല ഇതുവരെ. അതായത് അന്ന് അണികൾ എന്താണോ ആവശ്യപ്പെട്ടത് അത് നടപ്പാക്കാൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് വി ഡി സതീശൻ ആ അധികാരം കയ്യിലുള്ളപ്പോഴും അത് മുതലെടുത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കാതെ അതിന് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പാലക്കാട്ടിലെ തെരഞ്ഞെടുപ്പിൻ്റെ സമയം വരുമ്പോൾ നോക്കാമല്ലോ, ആ സമയത്ത് ചില കോൺഗ്രസ് അനുകൂല മാധ്യമ പ്രവർത്തകർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കണ്ടോ കൊണ്ട് നടക്കുകയാണ് ഷാഫി, വി ഡി സതീശൻ, ഷാഫിയെയും രാഹുലിനെയും ഒക്കെ വി ഡി സതീശൻ അങ്ങനെ കൊണ്ട് നടക്കുകയാണ്. അത്ര ഇതായിട്ടാണ്, ഗംഭീരമായിട്ട്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഒറ്റക്കെട്ടായി കഴിഞ്ഞു എന്നൊക്കെ. അതായത് ആ നിലയ്ക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു വഷൾ കേസ് വന്നിട്ട് അതിൻ്റെ പേരിൽ ഷാഫിയും ഒക്കെ വി ഡി സതീശനെ ഇങ്ങനെ ഒഴിവാക്കുന്നു അല്ലെങ്കിൽ കൈയൊഴിയുന്നു എന്നുള്ളത് ഭയങ്കര മോശം സംഗതി തന്നെയാണ്. ഒറ്റ കാര്യം കൂടെ, നമ്മുടെ സമയം കഴിഞ്ഞെങ്കിൽ ഒറ്റ കാര്യം കൂടെ ഞാൻ പറയട്ടെ. അതായത് ഇത്രയും മാത്രം സംഭവിച്ചിട്ടും കേരളത്തിൽ സാംസ്കാരിക നായരും ഉണ്ടെന്നില്ല എന്നുള്ളത് എനിക്ക് അത്ഭുതമാട്ടോ. അതുകൂടെ ഞാൻ ഇത്രയും ദിവസം പറയേണ്ടതെന്ന് കരുതിയാണ്. ഇവിടെ കാരശ്ശേരി മാഷ് എവിടെയാണ്, ഇപ്പോൾ നമ്മൾ CPM-ൻ്റെ അല്ലെങ്കിൽ BJP-യുടെ ഒരു നേതാവാണ്, MLA ആണ് ഇത് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ത് തരത്തിലുള്ള ബഹളം ഉണ്ടായതെന്ന് എനിക്ക് തോന്നുകയാണ്. അത് അവരാരും വന്ന് മിണ്ടുന്നില്ല. പിന്നെ ഞാനിപ്പോൾ ആലോചിക്കാറ്, ഇനിയിപ്പോൾ അങ്ങനെ ആരെങ്കിലും വലിയ സാംസ്കാരിക നായർ വന്നിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് വല്ലതും പറയേണ്ട, അത് മിണ്ടാതിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലും അയാളുടെ സാമൂഹ്യ മാധ്യമ അനുയായികളും പരാതികൾ തുറന്നു പറഞ്ഞ സ്ത്രീകളെയും അവരുടെ ആർജവത്തെയും അന്തസ്സിനെയും കുറച്ചു കണ്ടു എന്നാണ് RDXന് തോന്നുന്നത്. തുടർച്ചയായി അസഭ്യം പറഞ്ഞുകൊണ്ടേയിരുന്നാൽ ഗുരുതരമായ ആരോപണത്തിൻ്റെ മൂർച്ച കുറയുമെന്ന് കരുതിയതാണ് അവർ ചെയ്ത പല തെറ്റുകളിൽ ഏറ്റവും വലുത്. ലൈംഗിക ചൂഷണത്തിനിരയായി തായി വെളിപ്പെടുത്തിയ സ്ത്രീകളിലേറെ പേരും പുറത്തു വന്ന കാര്യങ്ങൾ പോലീസിനോട് നിഷേധിച്ചിട്ടില്ല എന്നാണ് നമുക്കറിയാനായത്. പക്ഷേ കേസും വ്യവഹാരവുമായി തുടർന്നാൽ പൊതുസമൂഹത്തിലേക്ക് വലിച്ചിഴക്കുമോ? ഈ സൈബർ അക്രമികളുടെ വെർബൽ റേപ്പിന് വീണ്ടും വീണ്ടും ഇരയാകേണ്ടി വരുമോ എന്നാണ് അവരുടെ ഭയം. ഇത്തരം കേസുകളിൽ എക്കാലവും വേട്ടക്കാരൻ്റെ ധൈര്യം സ്ത്രീകളുടെ ആ ഭയമാണ്. ശാരീരികമായ ചൂഷണം നേരിട്ടതായി വെളിപ്പെടുത്തിയവരിൽ പെട്ടയാളല്ലെങ്കിലും യുവനടിയായ ഒരു ചെറുപ്പക്കാരി താൻ നേരിട്ട മോശം അനുഭവം ഇപ്പോഴും ആവർത്തിക്കുന്നു. നിയമവഴികളിലേക്കില്ല എന്നതിനർത്ഥം എല്ലാം പൂട്ടിക്കെട്ടി എന്നല്ല എന്ന അവരുടെ നിശ്ചയത്തെ RDX അഭിവാദ്യം ചെയ്യുന്നു.